ഇന്ന് എൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇത്. അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് അമ്മമ്മയുടെ അമ്മയാണ്, അതായത് ഞങ്ങളുടെ മുത്തശ്ശി. ഒരു വീടിൻ്റെ ഐശ്വര്യം പെണ്ണാണെന്ന് പറയുന്ന പോലെ ഒരു വീടിൻ്റെ ഐശ്വര്യം അവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാത്ത പഴമകളൊന്നും നമുക്കറിയില്ല. ഈവൻ എൻ്റെ അമ്മയ്ക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയാൻ വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. എൻ്റെ അമ്മമ്മോട് കൂടിയിട്ടൊക്കെ ഈ പഴമയെക്കുറിച്ച് അറിയുന്ന ആ ഒരു ജനറേഷൻ ഇവിടെ അവസാനിക്കും. ഇവരുടെ അറിവിന് മുന്നിൽ നമ്മുടെ അറിവ് ഒന്നുമല്ല. ഈ പുസ്തകം വായിച്ചു പഠിച്ച് നേടിയെടുത്ത ഡിഗ്രികളൊന്നും ഇവർക്ക് മുന്നിൽ വില പോവില്ല. കാരണം ഇവർക്ക് ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും ഇവർ ചില സമയത്ത് ഡോക്ടറാണ്, ടീച്ചറാണ്, നല്ല പാചകക്കാരും. അങ്ങനെ കൈമാറി വന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് എൻ്റെ അമ്മമ്മ വന്നിട്ടുള്ളത്. മുറ്റത്ത് നല്ല പയറിൻ്റെ ഇല നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മമ്മ ഇതെല്ലാം പറിച്ചെടുത്തു. ആ പയറിൻ്റെ ഇല അരിയുന്നതിന് പോലും ഒരു സ്റ്റൈൽ ഉണ്ടെന്നാണ് അമ്മമ്മ പറയുന്നത്. എന്നാൽ അത്രേ അതിന് രുചി കിട്ടുള്ളൂ. പക്ഷേ അരിയണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും അമ്മമ്മ അതെല്ലാം അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ആ പയറിൻ്റെ ഇല വേവിച്ചെടുത്തു. പിന്നെ അത് ചൂടാറിയതിന് ശേഷം അതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് അതിങ്ങനെ വേർതിരിച്ചിട്ടു. പിന്നെ അടുപ്പത്തൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. അതിലേക്ക് ഈ വേവിച്ച് വെച്ച പയറിലയും ചേർത്ത് ഉപ്പിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ ഏകദേശം നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും അരി പൊടിച്ച് വറുത്തതും കൂടി ചേർത്താൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വറുത്ത് പൊടിച്ച അരി തന്നെയാണ്. സംഭവം ഇത് സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ഇരുന്ന് കൊച്ചു വർത്തമാനങ്ങളും കുസൃതിയൊക്കെ കാണിച്ച് ഇതുപോലെ ഫുഡ് കഴിക്കാനും ഒരു ഭാഗ്യം വേണ്ടേ.